എല്ലായിടത്തും പോയി, ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി എന്തൊരു ജീവിക്കണമെന്നാ? വല്ല ഫാർമറായിട്ടാ, വല്ല പിള്ളേർക്ക് ഫോട്ടോഗ്രാഫി ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് വല്ല യൂറോപ്പിലേക്കാണ് കേട്ടോ. നീ വിചാരിക്കണമല്ല കുഗ്രാമം തന്നെ, ഇവിടത്തെ കുഗ്രാമല്ല, വെളിയിലെവിടെയെങ്കിലും. നാട്ടിൽ നിന്നില്ല സനു ബ്രോ. നാട്ടിലല്ലോ ഞാൻ നിക്കണത്. അതല്ല എന്താ പറഞ്ഞ, എനിക്ക് ആൾക്കാർ പുറത്തോട്ട് പോയി സെറ്റിൽ ആവുമെന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. കാരണം നമ്മളെ അടുത്തുനിന്ന് വിട്ടു പോവാമേ ഇല്ല. അങ്ങനെയൊന്നുമില്ല. ഞാനല്ലേ നിന്റെ വ്ളോഗ് ഇങ്ങനെ കാണുന്നവർ നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ്, ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് കാണണമെങ്കിലും എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. ആ പോണ കാര്യമൊക്കെ വിട്. നമ്മൾ എന്താണ് കഴിക്കാൻ പോണത്? ഞാൻ ഇപ്പൊ വന്നു ഒരു ഫുഡ് ബ്ലോഗറായി മാറുന്നുണ്ട്. അല്ല ചുമ്മാ ഇല്ല ഇല്ല ഇല്ല. ഇത് മഴവില്ല് ഷൂട്ടിന് വരുമ്പോ മാത്രമേ നമ്മൾ രാത്രി, കാരണം ഈ രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്ന ഇത് ഒരെണ്ണം മാത്രമേ എനിക്കൊരു ഗ്യാപ്പ് ഉള്ളൂ വ്ളോഗ് ചെയ്യാനായിട്ട്. അല്ല സനുബ്രോ പറഞ്ഞ എന്തോ ഒരു കിടിലം പിസ്സ ഉണ്ട്, നിയോപൊളിറ്റൻ പിസ്സ. അതെന്താണ് സാധനം? നമുക്കിങ്ങനെ മടക്കി കഴിക്കാം, അത്രയും സോഫ്റ്റ് സാധനമാണ്, നല്ല അടിപൊളി ഒറിജിനൽ ഇറ്റലിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത മറ്റേ ടൊമാറ്റോ സോസും ചീസും എല്ലാം നല്ല ഒതന്റിക് സെറ്റപ്പിൽ കഴിക്കാൻ. ഞാൻ ഒരു സംശയം, ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? ഞാൻ കണ്ടുപിടിക്കണം, ഇതിനെ പറ്റി അത്യാവശ്യം റിസർച്ച് ചെയ്യുന്നിടത്താണ് ഞാൻ. ഫുഡിനെ പറ്റി എല്ലാ ടൈപ്പ് കുസീനും കഴിക്കും. അതുകൊണ്ട് നമുക്കിത് പുതിയ പുതിയ സാധനം വരുമ്പോ നമ്മൾ ഓടിച്ചാടി പോയി കഴിക്കുന്നു. അപ്പൊ നമ്മൾ നിയോപൊളിറ്റൻ പിസ്സ കഴിക്കാൻ പോവാണ്. ഗ്രാന പിസ്സേറിയ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് പിസ്സ വിൽക്കുന്ന സാധനം പിസ്സേറിയ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പ്രോപ്പർ ആ ഒരു ഇറ്റാലിയൻ സ്റ്റൈലിൽ തന്നെ പുള്ളി നമ്മളെ ഫ്രണ്ടാണ് തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ല കേസ്, എനിക്ക് സനുബ്രോയുടെ കൂടെ നടക്കുന്ന ഇഷ്ടമാണ്. കാരണം പുതിയ പുതിയ നോളജുകൾ കിട്ടും. പിന്നെ ഓഫ് കോഴ്സ് ഹംബിൾ അളിയനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഹംബിൾ ഇപ്പൊ കാക്കനാടോട്ട് വീട് മാറി പാവം, അതുകൊണ്ട് പോകും ഉഗാണ്ടേന്ന് വരണം. ഇന്ന് ഞാൻ ഏഞ്ചലിനെ ഓട്ടിക്കുന്നു, അവന്റെ ഇതായി എന്റെ റുട്ടീനായി. ഇവൻ വരുന്നു, ഞാൻ ഈ വണ്ടി ഓട്ടിക്കുന്നു, നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാൻ പോകുന്നു, എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. ആ ഒരു ടൈം ടേബിൾ ആക്കിയിരിക്കുകയാണ്. IPL ഇറങ്ങിയാണ് കേട്ടോ, RCB കളിയാണ്. അടിപൊളി. ഞാൻ അധികം ക്രിക്കറ്റ് അങ്ങനെ ഫോളോ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഇഷ്ടം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ധോണി, ആഹാ ധോണി എനിക്ക് ഇഷ്ടമാണ്. RCB ഇപ്രാവശ്യം ജയിക്കണമെന്നാണ് എന്റെ ഒരു. RCBക്ക് ഇതുവരെ കപ്പടിച്ചിട്ടില്ലല്ലോ. ഓൾ ദി ബെസ്റ്റ് ഗയ്സ്. ലാസ്റ്റ് വല്ലോ ടൂർണമെന്റ് ആയിരിക്കുമെങ്കിലേ. നമ്മൾ എത്തിയല്ലേ? ഓ ഇതാണ് ഗ്രാന പിസ്സേറിയ. ഗ്രാന പിസ്സേറിയ. നമുക്കൊന്ന് വണ്ടി ഒതുക്കാം. ഡിസ്കവർ ഒക്കെ കിടക്കണം. ഈ പനമ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണോ അതോ താമസിക്കുന്ന സ്ഥലമാണോ? ആൾക്കാർ സാധാരണക്കാരാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഷോപ്സ് ഉണ്ട്, ഈ ഡ്രസ് കടകള്, ബുട്ടീക്ക്, ഫുഡിന്റെ സ്ഥലങ്ങള്. അപ്പൊ ഈ ഷോപ്പിങ്ങിന് വരുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണിത് പനമ്പള്ളി നഗർ. റിച്ച് ആവണമെന്നൊന്നുമില്ല, എല്ലാ കടകളും സാധാരണ കഫേ, തട്ടുകട പോലെ എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറഞ്ഞ സ്ഥലമാണ്, സ്പോട്ടാണിത്. അത്യാവശ്യം നല്ല വൈബാണ്. നമ്മളവിടത്തെ ഏത് സ്ഥലം പറയാൻ? തിരുവനന്തപുരത്ത് കവടിയാർ. കവടിയാർ പോഷ് ഏരിയ ആണ് കേട്ടോ. കവടിയാർ പോഷാണ്, ഇവിടെയും പോഷിന് കുറവൊന്നുമില്ല. താമസിച്ചിരുന്നത് മമ്മൂട്ടിയുടെ വീട് ഇല്ലേ, ഏതോ ഒരു താമസിച്ചിരുന്ന വീടെന്തോ ഹോം പോലെ ആക്കാനായിട്ട് 75,000 രൂപ എങ്ങാണ്ട് റെന്റ് കേട്ടാ. ഞാൻ വേണമെങ്കിൽ വന്ന് വ്ളോഗ് ചെയ്യാം അതിന്റെ. പേടിപ്പിക്കാനായിട്ട് കല്യാണമൊക്കെ വരണ കേസ്. അപ്പൊ പൈസ സേവിങ് മോഡിലാണ് ഞാൻ. നമ്മൾ എവിടെ എത്തി? പിസേറി കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ. ഞങ്ങളൊന്ന് വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കട്ടെ കേസ്. ആണല്ലേ? ഇന്ന് മഴ പെയ്ത് കേട്ടോ കേസ്. ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ലൊരു മഴ പെയ്ത്. ഞങ്ങള് വണ്ടി ഒന്ന് ഒതുക്കട്ടെ. ഗ്രാന പിസ്സേറിയ. ഓക്കെ കമോൺ ഗൈസ്. ഇപ്പൊ ഒരു കൊച്ചരൊക്കെ വന്ന് സെൽഫി എടുത്തത്. എന്നിട്ട് സനുബ്രോയ ചേട്ടൻ മറ്റേ തിരിച്ചറിഞ്ഞു, ചേട്ടൻ മറ്റേ റെയ്ബാൻ ഗ്ലാസ് വെച്ച് വ്ളോഗ് എടുക്കുന്ന ആളല്ലേ. ഹലോ, 2 പേർക്ക് ബ്രോ, 3 പേർക്ക്. ഒരാൾ വരുന്നേ ഉള്ളൂ. അങ്ങോട്ടിരിക്കാം. ഓക്കെ താങ്ക് യു. വലിയ എന്തോ അടുപ്പൊക്കെ ഉണ്ടല്ലോ സനു ബ്രോ. ആണോ? ഓക്കെ, ഇവിടെ ഇരിക്കാം അല്ലേ?
മെനു വന്നു. എന്തായാലും നമ്മൾ കഴിക്കുക. ഈ പിസ്സയിലാണ് ഓ പിസ്സയിലാണ് വന്നത്. എനിക്കറിഞ്ഞു എന്തിനാണ് നല്ലതിനകത്ത്. ഇതാണ് ഇവരുടെ മെനു. ഒരുപാട് സാധനങ്ങളുണ്ട്. എനിക്ക് എന്തിനാണ് എടുക്കേണ്ടതെന്ന് അറിഞ്ഞില്ല. പിസ്സ നമ്മൾ കഴിക്കുമ്പോഴേ പിസ്സയുടെ മറ്റേ മൂടില്ലേ, അകത്തുനിന്ന് അറ്റം വേണ്ട സാധനം, അത് മുക്കി തിന്നാനുള്ള 2 സാധനം. ക്രസ്റ്റ് ഡിപ്സോ, സ്പൈസി റാഞ്ച്, ട്രഫിൾ മഷ്റൂം. അതിലിങ്ങനെ മുക്കിയിട്ട് ഇത് വെച്ച് ഇത് കട്ടിയില്ല, സോഫ്റ്റ് ആണ്. പക്ഷെ അത് മാവല്ലേ? നീ കഴിച്ചു നോക്കി, ട്രൈ ചെയ്തോ. പിസ്സ കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്റെ നടുക്കുള്ള ഉണ്ട കഴിച്ചിട്ട് ഏറ്റവും പുറത്തെ വട്ടം തിന്നാറില്ല പൊതുവെ. സനുബ്രോ പറഞ്ഞ ഇവിടത്തെ ഞാൻ തിന്നുമെന്നാണ്. നോക്കാം, ലെറ്റ്സ് സീ. നിയോപൊളിറ്റൻ സ്റ്റൈൽ പിസ്സ. എനിക്ക് എന്തോ കാര്യമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? ഇതെല്ലാം വെജ് ആണല്ലോ സനുബ്രോ, നോൺ വെജ് ഇല്ല? ഉണ്ടോ? എനിക്ക് കാണാനില്ല. ഉണ്ടല്ലേ? എന്റെ മെനുവിലില്ല. ഇതെല്ലാം വെജ്. ചിക്കൻ പെപ്പറോണി. ഇതാണ് നമ്മൾ എടുക്കാൻ പോണ. ചിക്കൻ വേണോ നിനക്ക്? നിങ്ങൾ രണ്ടുപേരും വേറെ എല്ലാം കഴിക്കുമല്ലോ. ബീഫും ഞങ്ങളെല്ലാം പോർക്കും കഴിക്കുമല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒരെണ്ണം വേണമെങ്കിൽ പോർക്കിന്റെ വന്നു, ഞാൻ ഒരെണ്ണം ചിക്കന്റെ വന്നു. അപ്പൊ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇത് ഒരെണ്ണം ഒരാൾ ഫുള്ളും കഴിക്കുമോ? ഞാണെങ്കിൽ ഞാൻ ഒരെണ്ണം ഫുള്ള് കഴിച്ചിട്ടുണ്ട്. ചുമ്മാ ഞാൻ ഒന്നും ആവൂലേ? ഒന്നും ആവൂലെന്നല്ല, നമുക്ക് അങ്ങനെ മറ്റേ ഹെവി ഫീലിംഗ് വരൂല. ബിക്കോസ് ആ സോഫ്റ്റ് ആയോണ്ടേ. എനിക്കൊരു സ്ലൈസ് എങ്ങാനും മതിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. ആണോ? ഓക്കെ, എന്നാ എനിക്കൊരു വൈറ്റ് ബ്രിസ്ക്കറ്റ്. എന്തിനാണ്? സ്മോക്ഡ് ബീഫ് തന്നെ വരട്ടെ. വൈറ്റ് ബ്രിസ്ക്കറ്റ് എടുക്കാൻ പോവാണ് കേസ്. നമ്മൾ വന്നിട്ട് അവൻ ഇഷ്ടമുള്ള എടുക്കട്ടെ. 3 പേർക്ക് 2 പിസ്സ മതി. 3 പേർക്ക് 2 പിസ്സ മതി. ഇറ്റാലിയൻ പിസ്സ സ്റ്റൈൽസ്. ഇതെന്തിനാണ്? പനൂസോ എന്ന് പറഞ്ഞാൽ അത് പിസ്സ സ്റ്റൈൽ സാൻഡ്വിച്ച്. പിസ്സയെ മടക്കി സാൻഡ്വിച്ചിന്റെ ഷേപ്പിലാക്കിയിട്ട്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച നോക്കണേ കേസ്. ഈ പിസ്സ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ഫുഡാണ്. ഇന്നലെ നമ്മൾ കഴിച്ചത് ജാപ്പനീസ് ഫുഡ്. നമ്മൾ 2 രാജ്യം കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഏതൊക്കെ രാജ്യങ്ങൾ കവർ ചെയ്യണം? ഇനി നിങ്ങൾ പറ, നമ്മൾ ഏതൊക്കെ രാജ്യങ്ങൾ കവർ ചെയ്യണം? ഇവിടെ പാസ്ത ഉണ്ട്, ഗാർലിക് ബ്രെഡ് ഉണ്ട്, ക്രസ്റ്റ് ഡിപ്സ്, പനോസോ ഉണ്ട്. എനിക്ക് വായിൽ വെള്ളം ഊറുന്നു. ഉച്ചയ്ക്ക് ഇത്തിപ്പൂരം ഫുഡ് കഴിച്ചതാണ്. ഗാർഡൻ ഓഫ് ഈഡൻ. ഇതെല്ലാം ഓക്കെ. എനിക്കിതൊന്നും പറഞ്ഞു തരണം. നമുക്ക് സാധനം വരട്ടെ, നമുക്ക് നോക്കാം. ആരായി വന്നിരിക്കണേ? അമ്പുളിയ, വീണ്ടും നീ എത്തിയല്ലോ. നീ ഷോർട്സ് ഒക്കെ ഇട്ട് തുടങ്ങി. പ്രൗഡ് ഓഫ് യു. നമ്മൾ 2 പേരും ട്രാക്കിലോട്ട് തിരിച്ചു വരണം. ഇല്ല, നിനക്ക് വേണ്ടി കാത്തിരിക്കുക. സനുബ്രോ പറഞ്ഞ് എടാ പിസയുടെ വക്കിലിരിക്കണ ഉണ്ടല്ലോ, അതുവരെ ഇവിടെ ഭയങ്കര സോഫ്റ്റ് ആണെന്ന്. മറ്റേ മൂടില്ലേടാ, പിസയുടെ മൂടില്ലേടാ. അതും ഭയങ്കര സോഫ്റ്റ് ആണെന്നാണ് പറയണത്. നീ മൂട് തിന്നാറുണ്ടോ? ഞാൻ തിന്നാറില്ല. ഇല്ലേടാ, നമ്മളത് മാറ്റി മറിക്കും. അതാണ് നിയോപൊളിറ്റൻ പിസ്സ. അപ്പൊ പിന്നെ നിയോപൊളിറ്റൻ നീ കഴിച്ചിട്ടുണ്ടോ? നിയോ സത്യം പറഞ്ഞാൽ എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ദുബായിൽ നിന്ന് വിളിച്ച് അങ്ങനെ എന്തോ ഒരു പൊളപ്പൻ സാധനം എടുത്ത് ഓർമ്മ. നമ്മള് കഴിച്ച ഞാനല്ല, നീയാണ് കഴിച്ചത്. എടപ്പോ നമ്മളന്ന് ദുബായിൽ എന്റെ വ്ളോഗിൽ കിടപ്പില്ലേ, നമ്മളന്ന് അളിയനായിട്ട് പോയില്ലേ? എന്റെ അളിയനായിട്ട് നമ്മളൊരു നിന്റെ അളിയനെ ഞാൻ കണ്ടിരുന്നു. നമ്മൾ മറ്റേ എയിൻ ദുബായ് മറ്റേ വട്ടമൊക്കെ ഉണ്ട്, അതിലെ നടന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. നമ്മൾ മറ്റേ ഞാൻ ഒരുപാടൊക്കെ നടന്ന് മറ്റേ ക്യാമറയൊക്കെ വെച്ച് അന്ന് നമ്മൾ ഇതാണ് കഴിച്ചത്. ഇതുപോലത്തെ ഒരു സാധനം അല്ലേ? അപ്പൊ ഞാൻ കഴിച്ചിട്ടുണ്ട് സനുബ്രോ. നോക്കാം. അന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല, സത്യം പറഞ്ഞു. അമ്മയാണ് എനിക്ക് ഒരു ഓർമ്മയില്ല. അപ്പോ ഞാൻ കഴിച്ചിട്ടുണ്ട് കേസ്. അതിന്റെ പേരപ്പൊ നിയോപൊളിറ്റൻ പിസ്സയെന്നായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഡോമിനോസിനെയൊക്കെ കുറ്റം പറഞ്ഞില്ലടാ. ഡോമിനോസ് ഒക്കെ മാവ് പുഴുങ്ങിയെന്ന് പറഞ്ഞില്ലേ? അത് ആ പിസ്സ അതാണ്. അയ്യോ, ഇപ്പൊ എനിക്ക് ഒരു ശരിക്കും മണ്ടനെ പോലെ തോന്നുന്നുണ്ട്.
അപ്പൊ നമ്മള് കഴിച്ചിട്ടുണ്ട് സനു ബ്രോ. അപ്പം വരട്ടെ, നമ്മളെ നാട്ടിൽ ആ സാധനം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സനു ബ്രോയുടെ മൂഡുകളാണ് എന്നെ സർപ്രൈസ് ചെയ്യാനുള്ള. കുഴപ്പമില്ല, അത് അവന് ഓർമ്മ എന്നുള്ളത്. വെറൈറ്റി ടേസ്റ്റ് അല്ലേ? അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി സനു ബ്രോ നമ്മൾ എന്താണ് ഓർഡർ ചെയ്യാൻ പോണത്? എടാ നീ എല്ലാം ട്രൈ ചെയ്യാം. എല്ലാമോ? അല്ല ഓരോന്നിന്ന് ഓരോന്ന്. ഞാൻ ചെറിയ ഡയറ്റിലാണ് കേട്ടോ. ഒരു വിങ്സ്. ആ ഓക്കെ, ഒരു വിങ്സ്, ഒരു ഗാർലിക് ബ്രെഡ്, 2 പിസ്സ. മതി പോരേടാ, മതി. ഓക്കെ, ആരാ ബ്രോ? ഒരു അത് ഓർഡർ വാങ്ങാനുള്ള ആളല്ലേ? നോക്കൂലിയോ? നോക്കാൻ വേണ്ടി ആണോ? ഷോ, ഈ പുള്ളിക്കാരനാണോ? ഹലോ ബ്രോ, പുള്ളിക്കാരനാണ് ഓർഡർ എടുക്കാൻ നിൽക്കുന്നത്. പുള്ളിക്കാരൻ നാണിച്ച് നിൽക്കുകയാണ്, വരുന്നില്ല. ഒരു ചിക്കൻ വിങ്സ്, പിന്നെന്തിനാണ് സിനിമ, ഒരു ഗാർലിക് ബ്രെഡ്. ഫ്ലേവർ ഒക്കെ ഉണ്ടോ? ഗാർലിക് പാർമസാൻ എന്ന് പറഞ്ഞ ചീസ്. ഓക്കെ, ഗാർലിക് ബ്രെഡ്, പേപ്പർ ചില്ലി ചീസ് ഗാർലിക് ബ്രെഡ്. വിവരമുള്ളവർ ഓർഡർ ചെയ്യട്ടെ, നമുക്ക് മിണ്ടാതിരിക്കാം. ഒരു വൈറ്റ് ബ്രിസ്ക്കറ്റ് പിസ്സ. ചിക്കനിൽ സ്മോക്ക് ചിക്കൻ വേണോ, സിറാച്ച ചിക്കൻ വേണോ? ഇത് രണ്ടിൽ ഏതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? എനിക്ക് അറിഞ്ഞോളൂ. സ്പൈസി വരട്ടെ. ആ പിന്നെ ബാങ്കോക്കിൽ ശ്രീരാച്ച ടൈഗർ സൂ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ. ആണോ? ബാങ്കോക്ക് സ്റ്റൈലാണെന്ന് തോന്നുന്നു. ശ്രീരാച്ച ചിക്കൻ. ആര് ഈ ഡിപ്പില്ലേ നമ്മൾ മറ്റേ ട്രഫിൾ മഷ്റൂം എന്ന് പറയുന്ന മറ്റേ ഒരു സാധനമുണ്ട്, കൂടിയ ഒരു ഐറ്റം ഉണ്ട്, ഫ്ലേവറിങ് സംഭവം. അത് നോക്കി പൊളിക്കും നമ്മളൊന്ന് കുടിക്കാൻ കുറച്ച് എനിക്ക് തന്നാ. മാംഗോ പാഷൻ ഫ്രൂട്ട് സ്ലഷ്. എടാ ലിമോണാഡ ഐസാണോ? ലെമണിന്റെ സോഡ അല്ലേ? ലെമൺ വിത്ത് സോഡ അല്ലേ? മിൽക്ക് മെയ്ഡ് ഇല്ലേ? അത് ലെമൺ ജ്യൂസും കൂടെ മിക്സ് ചെയ്തോണ്ട് ട്രൈ ചെയ്യണം. സനിബ്രോ കൂടി ഞാൻ ടേസ്റ്റ് ചെയ്തോളാം. അല്ല, ടേസ്റ്റ് ചെയ്തോളാം ഞാൻ. അപ്പൊ അത് മതി. ഒരു മാംഗോ പാഷൻ ഫ്രൂട്ട്, ഒരു ലെമണാഡ. എന്തൊക്കെയോ കാര്യമായിട്ട് വരുന്നുണ്ട്. ഷേർലി ടെമ്പിൾ എന്താണ് എടാ, മാതളം ജ്യൂസ്. അത് വേണ്ട, അത് നല്ല ആളെ. ഷേർലി ടെമ്പിൾ എന്താണ് ആന്റി ഓക്സിഡൻസ്? സ്കിന്നൊക്കെ അടിപൊളിയാക്കണം. അതാണല്ലേ? അത് കുടിക്കാം. ദൈവമേ, നോക്കട്ടെ എന്തൊക്കെ. ഈ നീ എന്തിനാണ് ഓർഡർ ചെയ്ത? ഷെർലി ടെമ്പിള്. ഷെർലി ടെമ്പിളിന് 180. വൈറ്റ് ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിന് 850. പിന്നെ സിറാച്ച ചിക്കൻ പറഞ്ഞില്ലേ? സിറാച്ച ചിക്കൻ 780. പിന്നെ ഇത് പറഞ്ഞ ഓ താങ്ക് യു സർ. കാണാൻ പറ്റുമോ? എന്നാ ബാ, എടാ വാടാ, പിസ്സ ഉണ്ടാക്കണ കാണാൻ പോവാ. അടുപ്പ് കാണട്ടെ ഗൈസ്. അവന്റെ ഷോർട്സ്. സനി ബ്രോ, അടുക്കള കാണാൻ പോവാ. ബാ, അടുക്കള അല്ലേ? ആണോ? ഓ, ഇങ്ങനെയാണ് ഗൈസ് മാവ് അവര്. ഇത് നമ്മുടെ പൊറോട്ടയ്ക്കൊക്കെ മാവ് കുഴക്കുന്നതായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. അവൻ ചിരിക്കും. ഇറ്റാലിയൻസിന്റെ പുച്ചിക്കല്ലേ ഇത്? പൊറോട്ട കഴിക്കുന്ന മാവല്ല, അത് പിസ്സ ഉണ്ടാക്കിയത്. അല്ല, അത് എടാ പൊറോട്ടയുടെ മാവ് പരത്തി വെക്കണ എനിക്ക് തോന്നിയില്ലടാ. ഞാനതാണ് ചെയ്യാൻ പോണെന്ന് വിചാരിച്ചത്. ഒന്നുമില്ലടാ, ഒന്നും പറയാനില്ല. പൊറോട്ടയുടെ മാവ് കഴിക്കുന്നത് ഞാൻ സനുബ്രോയെ ഡിസപ്പോയിന്റ് ചെയ്തു തോന്നുന്നു. ആള് പോയിട്ടുണ്ട് മാവ്. ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഞാൻ വെറും ഊളലാണ്. എനിക്കൊരു എന്നിട്ട് ഇതെന്താണ് സാധനം? പിസ്സ ബേസിൽ സോസ് കാണാൻ നല്ല ഭംഗി. ഇങ്ങനെയാണ് പിസ്സയ്ക്ക് അവർ മാവ് സെറ്റാക്കുന്നത്. എന്നിട്ട് അതിന്റെ മണ്ടയിലോട്ട് അവര് ചീസ് അല്ലേ? ഒരു മുതുക്കടുപ്പ് കേട്ടാടാ. അതിന്റെ പേരെന്താണ് ബ്രോ?
ഫയർ ഓവണാണ്. വുഡ് ഫയർ ഓവൻ അല്ലേ? ആ, പക്ഷെ വുഡ് കാണാനില്ലല്ലോ. എന്തോ സാധാരണ ഓവണല്ല, അല്ല നോർമൽ ഓവനുണ്ട്. ഒരു മുതുക്ക് ഓവനും ഉണ്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് സോഫ്റ്റ്നെസ് കിട്ടണ്ടേ. ഇത് ഒരുപാട് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. ഈ ഇറ്റാലിയൻസ് ആണ് പിസ്സ കണ്ടുപിടിച്ചതല്ലേ? പാസ്ത അവരുടെ അല്ലേ? പാസ്ത പിസ്സ ഒക്കെ അവരുടെ. നിനക്ക് പിസ്സ ഇഷ്ടമാണോ അവിടെ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആണ്. ഒരു മറ്റേ അതിന് ടോപ്പിങ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത പിസ്സയ്ക്ക് അകത്തുള്ള മേളിലിടുന്ന ടോപ്പിങ്സ് എല്ലാം വെച്ചിട്ട് അവരതെടുത്ത് വേവിക്കാൻ പറ്റും അല്ലേ? എല്ലാം കൂടെ എടുത്ത് അതിൻ്റെ അകത്ത് അടുപ്പിൻ്റെ അകത്ത് ആ അടുപ്പൊരു പ്രത്യേക ചൂടിലാണ് വെച്ചേക്കുന്നത്. കറക്റ്റ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കും. ശാസ്ത്രം. അകത്തോട്ട് കയറാൻ പറ്റുമോ? അതോട്ട് കയറി എനിക്കാണോ ഇടിയുണ്ടോ? അകത്തോട്ട് കയറാവോടാ? നീ കാഷ്വലായിട്ട് നടന്നു കയറിയടാ. ചുമ്മാ നടന്നു കയറി. ഞാൻ പുറകെ വരാവോ? അല്ല, ചുമ്മാ ഒരാൾ മുമ്പിൽ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ബലമാണല്ലോ. എന്താടാ അകത്തോട്ട് കയറണം. ആ അതെ അതെ അതെ. ഇപ്പം അടുത്തുനിന്നാണ്. ഇതാണ് പിസ്സ. ഒരു വലിയ ഇതിലെടുത്ത്. മലയാളിയല്ലേടാ? മിടുക്കൻ. അതിനകത്തിൻ്റെ കറങ്ങണ കമ്പിളി അകത്ത് ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരുന്നാണ് ഗൈസ് പിസ്സ വേവുന്നത്. ഇതിന് ആദ്യമായിട്ട് കാണണം കേട്ടോടാ. നല്ല ചൂടാടാ. ഈ കൈയിട്ട് നോക്കിയടാ എൻ്റെ അകത്ത് നല്ല ചൂട് ഗൈസ്. അപ്പൊ ഇങ്ങനെയാണ് പിസ്സ. കണ്ടില്ലേടാ ഞാൻ കാരണം നീ ഇത്? അതെ. ഇവിടെ എന്തൊരു ഉണ്ട വെച്ചേക്കണം. ആണോ? ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ശല്യം ചെയ്യണം. നമുക്ക് പുറത്തോട്ടിറങ്ങാം. ആ, ഇതേത് പിസ്സയാ ബ്രോ? പോർക്ക് പെപ്പറോണി. ഈ ചുവന്ന അതാണോ പെപ്പറോണി? പോർക്ക് എവിടെ? പോർക്ക് വെച്ചുണ്ടാക്കിയ പെപ്പറോണി. ഓ ആ, ഇതിപ്പോ ഇടണോ? ഇത് ഭയങ്കര രസമാണ് കേട്ടോ വരുന്നതാണ്. നമ്മുടെ പുളുസു. എവിടാ സ്ഥലം നിന്റെ? കൊല്ലം. നിന്റെ എവിടെ? തിരുവനന്തപുരം. എടേ, തിരുവനന്തപുരംകാരും കൊല്ലംകാരും ആണല്ലോ ഇവിടെ നിന്ന് പിസ്സ ഉണ്ടാക്കണത്. പ്രൗഡ് ഓഫ് അവർ പീപ്പിൾ. ഇത് തീ കൂട്ടി അതിരുന്ന് വേവട്ടെ ഗൈസ്. മതി, അവിടെ ഭയങ്കര ചൂട്. നമുക്കിനി പോയി ഇരിക്കാം. ഇനി നമുക്ക് പോയി ഇരിക്കാം. സനുബ്രോ, ഇനി ഫുഡ് വരട്ടെ. വരുമ്പോൾ പൊളിക്കും ഗൈസ് നമ്മൾ. അതെ 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 അതെ. വരട്ടെ. താങ്ക് യു ബ്രോ. ഇതെന്താ? ഇത് പിസ്സ അല്ലല്ലോ സനുബ്രോ? ഇത് ഗാർലിക് ബ്രെഡും ഡിപ്പിംഗ് സോസിൽ മൂട് വരാൻ ഇതിൽ മുക്കി അങ്ങ് തിന്നുക. ഓക്കെ, നമുക്ക് മുക്കി നോക്കാം. ഓ, ഇത് ചീസൊക്കെ വകഞ്ഞൊഴുകുന്നു. ഓക്കെ, സനുബ്രോ പറഞ്ഞ കണക്ക് ഇത് മടക്കണോ? മടക്കി കഴിച്ചോ. ഇത് പിസ്സ അല്ല, ഇത് പിസ്സ അല്ല, ഇത് ഗാർലിക് ബ്രെഡാണ്. എന്നിട്ട് കുറച്ച് കഴിച്ചോ. സോസിൽ മുക്കുക. ഒരു സാധനം മുതുക്ക് ചൂട്, അണ്ണാക്ക് പൊള്ളി. കൊള്ളാം കഴിച്ചു. കാണാൻ നല്ല ഭംഗി കേട്ടോ. ഇത് വേണ്ട ഇത് പിന്നെ അത് കണ്ട അതിന്റെ അകത്തുണ്ട എന്ത് ഭയങ്കര സോഫ്റ്റ് അല്ലേ? ആ ഡിപ്പ് കിടിലല്ലേ? ട്രഫിൾ മഷ്റൂം. ട്രഫിൾ സാധനം നല്ല വിലയാണ് മാർക്കറ്റില്. ഭയങ്കര എക്സോട്ടിക് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്റെ പഴയ വ്ളോഗ് മടക്കി തിന്നണം. ഇതാണ് എന്റെ ദുബായ് വ്ളോഗ് നമ്മള് പറഞ്ഞത്. അതിന്റെ ഇതിന്റെ അത് ഞാൻ കാണിച്ചത് അതെ കറക്റ്റ് നിയമം മടക്കി തിന്നണം കേട്ടോ. ഇതില് ടീസ്പൂൺ പൊളിച്ച് അങ്ങനെയുണ്ട് തന്നെ പൊളിയല്ലേ?
കേപ്പർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിന്റെ ആ ടേസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്, അടിപൊളി. ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റിങ് ഫ്ലേവേഴ്സ് ആണ്, നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഫ്ലേവേഴ്സ് അല്ല. കേപ്പർ എന്നൊക്കെ പറഞ്ഞ സാധനം അതിനാണ് കണ്ടേ, ഇങ്ങനെ ഒരു ഗ്രീൻ പീസ് പോലെയൊക്കെ ഇരിക്കും. അതിന് ആ ഒരു ഒലീവിന്റെ ഒരു ചെറിയ പുളിപ്പും അങ്ങനത്തെ ഒരു സംഭവം, അതായത് നമ്മൾ ഒലീവ് കഴിക്കുന്ന പോലെ ഈ സാധനം. ഇവിടെ ഒരു ഇഷ്ക ഫാംസ് എന്നൊരു സംഭവം ഉണ്ട്, അവർ ലോക്കലി ഉണ്ടാകും ഈ സാധനം. അതാണ് ഇവിടെ മിക്കയിടത്തും അവർ റെസ്റ്റോറൻറ്റിലൊക്കെ വരുന്ന സാധനം. അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. സംഭവം എന്തായാലും ടേസ്റ്റി ആയിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഡിപ്പ് സൂപ്പർ ഡിപ്പ് കേട്ടോ. ഇങ്ങനെ പോണെങ്കിൽ പിസ്സ 3 കഴിക്കും ഞാൻ. ഇതെന്താടാ ഇത് എങ്ങനെയാണ് കുടിക്കണ്ടേന്ന് പറഞ്ഞില്ല, കൊണ്ടുവന്ന് വെച്ചോ. ചാമ്പ് എടുത്ത് കുടി. മറ്റേ കഞ്ഞി കുടിക്കണമല്ലോ അല്ലേ, പഴങ്കഞ്ഞി കുടിക്കുന്ന പോലെ. ഈ സാധനം കണ്ണി കൊള്ളണം. ഇത് പോമഗ്രാനൈറ്റ് അല്ലേ? ഇതൊന്നും ഇങ്ങനെ എങ്ങനെയുണ്ടാ? നല്ല സുഖമുള്ള ഒരു സാധനം. അതെന്തിനത്? ഞാൻ വിചാരിച്ച ടാങ്ക് പോലത്തെ എന്തോന്ന് വിചാരിച്ചു, ഭയങ്കര കട്ടിയുള്ള ജ്യൂസായി പോടാം. ഇത് കുടിക്കുമ്പോൾ തന്നെ വയറ്. ഇത് മാങ്ങ ജ്യൂസ്, മാങ്ങയും പാഷൻ ഫ്രൂട്ടും. അടിപൊളി. ഇതാണ് സനിബ്രോ ഓർഡർ ചെയ്തത്. എന്ത് സനിബ്രോ ഇത്? ഗാർലിക് പാർമസാൻ വിങ്സ്. ഗാർലിക് പാർമസാൻ വിങ്സ് കഴിച്ചോ കേട്ടോ? കഴിച്ചോ, നൈസാണ്. ടിപ്പില് മുക്ക അല്ലേ? അത് അതിന്റെ ഡിപ്പാണ്. സത്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇനി കഴിക്കാം. ഓക്കെ. ഫ്രൈ ആട്ടാ, വെറൈറ്റി ടേസ്റ്റ് അല്ലേ? എല്ലാം ചിക്കനാണ്. ഇന്നലെ കഴിച്ചോലെ എല്ലാം ഫിഷാണ്, ബീഫാണ്. പക്ഷെ ഓരോന്നും ഓരോ ഫ്ലേവർ പല പല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഫ്ലേവറുകളല്ല. നമ്മൾ ഓർഡർ ചെയ്യണ പിസ്സ വന്നു. ഇത് ഏത് പിസ്സ തന്നെ ബ്രോ? ഇത് ചിക്കൻ, മറ്റേ സിറാച്ച ചിക്കൻ. ഒരെണ്ണം എടുത്ത് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഇതിലോട്ട് പോകും എടുക്കട്ടാ തന്നെ ബ്രോ. എന്റെ ഓരെ കഴിക്കട്ടാ. ചൂടായിരിക്കും പറയുക. റോ എക്സ്പ്രഷൻ. ആ ചൂട് കാരണം എന്റെ വാക്കാത്ത് ഇപ്പൊ രുചിയൊന്നും കിട്ടുന്നില്ല. ഞാൻ വെച്ചാൽ നീ വാവ് ഒന്ന് ടേസ്റ്റ് കൊള്ളാമെന്നൊന്ന് പറഞ്ഞു. പക്ഷെ കൊള്ളാം, വാ പൊള്ളിയതായിരുന്നു. വാ പൊള്ളിക്കാൻ അടുത്ത വാവും ചൂടില്ലല്ലോ അല്ലേ? എനിക്കാണ് കടിച്ചിട്ട് പോ. ഞാൻ ഈ രണ്ടെണ്ണം എന്റെ കൺമുന്നിൽ കണ്ടതല്ലേ. നെഞ്ചിലൊക്കെ ആക്കിയിട്ട് അറോടാ സ്നേഹം പ്രകടിപ്പിക്കാൻ പോയിട്ട് നെഞ്ചിൽ അറോടാ ആക്കുന്നത് കഴിക്കാൻ നേരത്ത്. ഇത് നമ്മുടെ നാടൻ പെപ്പറോണി അല്ലേ? ഭയങ്കര ജ്യൂസി. നമ്മള് ഡൊമിനോസ് പോലത്തെ സ്ഥലത്ത് നിന്ന് വാങ്ങി കഴിക്കണ പീസ് കണക്കിയല്ല, ഭയങ്കര സോഫ്റ്റ്. പോകണം. ഇതും ഡിപ്പി മുക്കാവോ? അത് വേണമെങ്കിൽ കഴിക്കാം. ഈ സാധനം കഴിച്ചിട്ട് അറ്റം വരണത് മാത്രം വേണമെങ്കിൽ മുക്കി കഴിച്ചാൽ അല്ലേ? ഇതാണ് അതെടുത്ത് അതാണ് ഡിപ്പ്. അതിൽ മുക്കുക, കഴിക്കുക. ഒരു പ്ലെയിൻ ടേസ്റ്റ് ഇല്ലല്ലോ. സെറ്റപ്പല്ലേ? പാവപ്പെട്ട മനുഷ്യരുടെ ക്യാമറ തൂക്കിക്കൊണ്ടിരിക്കണം. കഴിച്ച സ്ഥലം അത് കഴിക്കാടാ. അവിടെ പോമഗ്രാനൈറ്റ് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ ഇനി ഒരോട്ട് കഴിക്കട്ടെ ഗൈസ്. ഇതാണ് ഗൈസ് നേരത്തെ പറഞ്ഞ ബീഫ് പിസ്സ അല്ലേ? ബീഫ് ബ്രിസ്ക്കറ്റ്, സ്മോക്ക്ഡ് ബ്രിസ്ക്കറ്റ് പിസ്സ. അതെന്തിനാണ്? സ്മോക്ക്ഡ് ആയിട്ടുള്ള മീറ്റാണ്. സാധാരണ നമ്മൾ ഗ്രിൽഡ് എന്താ പോലെ സ്മോക്കറി വെച്ചിട്ട് സ്മോക്ക് ചെയ്ത സാധനം ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഒത്തിരി നേരം കുക്ക് ചെയ്ത് ഇറക്കിയ സാധനം. കുറച്ച് വെറൈറ്റി ഫ്ലേവറായി. കഴിച്ചു നോക്കി. നീ ഇത് കഴിച്ചു നോക്കിയാടാ? മറ്റേതെങ്ങനെ ഉണ്ടടാ? ഓ
കിടിലോ അല്ലേ? എന്നിട്ട് ഈ രണ്ട് ഇത് എണ്ണയാണ്, ഇത് ഒലിവ് ഓയിലും ഇതെന്താണ് ചില്ലി ഓയിൽ. പക്ഷെ ഇത് രണ്ടും കൂടെ ഒഴിച്ച് പിസ്സ കഴിച്ചപ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റ്. നമുക്ക് അടുത്തൊരു പിസ്സയും കൂടെ ഒന്ന് ചാമ്പി നോക്കിയാലോ? ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുണ്ടല്ലോ ഗൈസ്, ഇത് പേപ്പർ പോലെ സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് എനിക്കൊന്ന് പെപ്പറോണി ആണെന്ന് തോന്നുന്നു അല്ലേ? സവാളയാണെന്ന് തോന്നുന്നു. ഇത് പിക്കിൾഡ് ഉപ്പിലിട്ട സവാള എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം, നല്ല ഫ്ലേവർ. ഇത് മറ്റേ അല്ല, ഒലീവാണോ? ഒലീവ്. ഇത് ബീഫ്. ഇതെല്ലാം കൂടെ മറ്റേ ഒരു കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട് അതിന്റെ മടക്കി അകത്തോട്ട് ഇങ്ങനെ അങ്ങനെ മടക്കി വെച്ചിട്ട് ആ അറ്റം കഴിയും. കുറച്ച് എണ്ണ കൂടെ ഒഴിക്കട്ടാ? അല്ലല്ല, ഇപ്പൊ അല്ലാതെ കഴിക്കാം അല്ലേ? എണ്ണ ഇല്ലാതെ കഴിക്കട്ടെ. ചൂടായിരിക്കും. ഫ്ലേവർ ഒക്കെ ഉണ്ട്. ജ്യൂസൊക്കെ ഇട്ടിട്ട് വിടുന്നു. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. പൊളി സാധനം. ഒരു പുക പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഒരു പുക. പിസ്സ എക്സ്പ്ലോറേഷൻ കലക്കി ഗൈസ്. കുറച്ച് കഴിക്കട്ടെ. എപ്പോഴും ഡോമിനോസും പിസ്സ ആയിട്ടും കഴിച്ചാൽ പോയല്ലോ. അല്ല, ഞാൻ ഒതന്റിക് ആയിട്ടുള്ള സാധനങ്ങൾ അന്ന് പറഞ്ഞപ്പോ ഓർമ്മ, അന്ന് ഗൾഫിൽ പോയപ്പോൾ ഇതേ കണക്ക് സോഫ്റ്റ് ആയിട്ടുള്ള എന്തോ. പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. നിനക്ക് ഓർമ്മയുണ്ടാ? അതേപോലെ മറ്റേത് റെഡ് സോസ് ആയിരിക്കും, ടൊമാറ്റോ പേസ്റ്റ് സോസ്. അന്ന് ഷാസ് പറഞ്ഞ ഓർമ്മയുണ്ട്. ഇത് അവിടെ തന്നെ അവൻ കഴിച്ചതിൽ ഏറ്റവും നല്ല പിസ്സ ആയിരുന്നു. നമ്മൾ കടക്കേറിയതൊരു കടയായിരുന്നു അന്നത്തെ. കഴിഞ്ഞ വർഷം ദുബായിൽ ഷാസിന് സർപ്രൈസ് ചെയ്യാൻ പോയതിന്റെ കൂട്ടത്തിൽ ഉള്ളൊരു വ്ളോഗ്. ഓക്കെ, നമ്മളിനി കുറച്ചുകൂടെ ഒന്ന് കഴിക്കട്ടെ ഗൈസ്. ഇത് മുക്കി തിന്നാനുള്ള സാധനമാണെന്ന് എനിക്ക് അറിയാം. സോഫ്റ്റാണ്, തിന്നാനും പറ്റും. പക്ഷെ എല്ലാം കൂടെ ട്രൈ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ വയറ് നിറഞ്ഞുപോയി. എനിക്ക് മനസ്സിലാവാത്തത്, സനുബ്രോ നിങ്ങൾ വർക്കൗട്ടും ഡയറ്റും അല്ലേ? പരിപാടി എന്റെ ജിമ്മിലുള്ളവ കണ്ടു കഴിഞ്ഞാൽ എന്റെ ഇൻസ്ട്രക്ടർ കുനിച്ചെടുത്ത് തന്നെ ഇടിക്കും. ഞാൻ ഒരു ചപ്പാത്തിയും ഒരു ഓംലെറ്റും തിന്നുകൊണ്ട് അടങ്ങിയത്. അവനാണ് 2 ദിവസം കൊണ്ട് എന്നെ വിളിച്ചിറക്കിയിട്ട് ഈ പ്രലോഭനം ചെയ്ത് ഫുഡ് എക്സ്പ്ലോറേഷന് കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പൊ കണ്ടില്ല, ഇത് മൊത്തം ഞാൻ തിന്ന് തീർക്കേണ്ട ഗതികളായി. അവൻ ഒന്നും മിണ്ടാതിരുന്നില്ലേ? സ്ട്രെസ് ഈറ്റിംഗിലാണ്. അപ്പൊ എന്റെ അപ്പന്റെ കൂടുതലാണ്. അപ്പൊ സ്ട്രെസ് ഈറ്റിംഗും കൂടെ ആയതുകൊണ്ട് മൊത്തത്തിൽ നീ കഴിക്കുമല്ലോ. ടെൻഷൻ വേണ്ട, തീരും. പൊടിയും എല്ലാം ഡയറ്റ് എടുത്തെടുത്ത് ഇപ്പൊ എനിക്ക് കുറച്ച് ഇത്ര എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ എന്റെ വയറ് നിറയും. അത് നല്ലതാണോ? അങ്ങനെയാണല്ലേ? ജാപ്പനീസ് കാണിച്ചു നല്ല ഫുഡ് നമ്മൾ കഴിക്കുമ്പോണ്ടല്ലോ നമ്മുടെ വയറങ്ങ് തുറക്കുമല്ലേ? അടച്ചോണ്ട് വന്ന സാധനം സനുബ്രോയുടെ ലോക്ക്ഡ് ആയി കിടന്ന വയറിലെ ഗ്ലാൻസ് എല്ലാം ഓപ്പൺ ആയല്ലോ. നാളെ നമ്മൾ എവിടെ പോകും സനുബ്രോ? ഇല്ലില്ല, ഡയറ്റ് ഫോളോ ചെയ്ത് സനുബ്രോ. നമുക്ക് ഇതുപോലെ ഷെഡ്യൂളിൽ വരുമ്പോൾ 2 ദിവസം ഇറങ്ങിയാൽ മൊത്തം തിന്ന് കയറ്റിട്ട് ഇതൊക്കെ ഭയങ്കര ഫാറ്റി ഫുഡാണ് കേസ്. ഇല്ല, നാളെ മുതൽ നമ്മൾ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആയിരിക്കും. നമ്മൾ കട്ടൻ ചായയും പരിപ്പോട വേണ്ട, കട്ടൻ ചായയും അത്രേ ഉള്ളൂ. കട്ടൻ ചായ. അപ്പം നീ പോലെ അനക്കല്ലായിരുന്നു തിരുന്നത്. തുറക്കാൻ പറ്റുള്ളൂ. നീ കട്ടൻ ചായ കുടിക്കാൻ വരൂലേടാ? നാളെ നമ്മൾ ഇറങ്ങാം. ഞാനിപ്പോ തട്ട് പോയാലേ? എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടോ? ആണോ? ഉണ്ടോ നാളെ? ചിലപ്പോ ഞാൻ ആബ്സെന്റ് ആയിരിക്കും. കുഴപ്പമില്ല. പക്ഷെ കിട്ടുന്ന ചാൻസുകളിലൊക്കെ ഞാൻ വരും. നമ്മൾ ലൈറ്റ് ഫുഡിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അതെ. ഇനി നമ്മൾ അടുത്തത് ഡയറ്ററി ഫുഡിലേക്കായിരിക്കും. ഇത് പക്ഷേ നല്ല പിസ്സ എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, കേരളത്തിൽ ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആൻഡ് ടേസ്റ്റി പിസ്സ ആയിരുന്നു. നല്ല ടേസ്റ്റ്. എൻ്റെ ടേസ്റ്റ് അറിയണത് ഇവ തിന്നുന്നത് മാത്രം കണ്ടാൽ മതി. അവൻ തല ഇതുവരെ അതിൽ നിന്ന് പൊക്കിയിട്ടില്ല. എന്താ
കഴിക്കില്ല അന്ന് കഴിച്ചു നോക്കണം, അപ്പോഴേ മനസ്സിലാവും. നമ്മൾ ചുമ്മാ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് വെറൈറ്റി ടേസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന് കഴിക്കുക. സത്യം. അമ്മാ ഇനി ബില്ലിലൂടെ ഉള്ള സ്ഥലമേ ഉള്ളൂ എൻ്റെ വയറ്. ഇന്നലെ നമ്മൾ ജാപ്പനീസ് കഴിച്ചു വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭമാണ് കേസ്. 3000 രൂപ 3 പേർക്ക്. അപ്പോൾ ഒരാൾക്ക് 1000 രൂപ വെച്ച് കുഴപ്പമില്ല. വയ്യാത്ത രീതിയിൽ തിന്നേം. അതെ. പിന്നെ ഒരു കാര്യം, സനുബ്രോയെന്ന് പറഞ്ഞില്ലേ കൂടുതൽ കഴിച്ചെന്ന്. ഞാൻ സനുബ്രോയെ കാട്ടി കൂടുതൽ കഴിച്ചത്. ഞാൻ 4 സ്ലൈസ് കഴിച്ചു. 3 സ്ലൈസ് കഴിച്ചിട്ടാണ് ഡയലോഗ് അടിച്ചത്. നീ എത്ര സ്ലൈസ് കഴിച്ചടാ? 6.5. എന്നിട്ട് ഞാൻ നല്ലോണം അരങ്ങണുണ്ടല്ലോ ഇവിടെ. നടക്കാൻ പോവുകയാണെങ്കിൽ അതെ 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 ഒരു ചെറിയൊരു വാക്ക്, വാക്ക് നടത്തിയിട്ട് ഇനി നമ്മൾ പനമ്പള്ളി നഗറിനെ റൗണ്ട് അടിക്കട്ടെ കേസ്. കുറച്ച് നേരം കാൽനട യാത്രക്കാരാവാൻ പോവായിരുന്നു. അപ്പോൾ ആ പാലും വെള്ളം എനിക്ക് വേണ്ടായിരുന്നു കേസ്. വയറ് വെത്തുപോയി. എടാ പൊളി സാധനം. താങ്ക് യു നിങ്ങൾക്കും വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതിന് താങ്ക് യു. എന്റെ മോനെ അതൊരു പിസ്സ അല്ലേ ആ കണ്ണാടി ഇരിക്കണത്? ആ എടാ അത് കൊള്ളാം എടാ അമ്പിളി. അവന്റെ വയറ് നിറഞ്ഞ് അവന്റെ തൊണ്ടക്കുഴി വരെ എത്തി. സത്യം വയറ് നല്ല ലൂഫി, വയറ് നിറഞ്ഞിരിക്കുന്ന ലൂഫി. അമ്പിളി നീ എന്താ വീട് മാറിയത് കാക്കനാടോട്ട്? അത് ഒന്നുമില്ല, ഇപ്പൊ സ്ഥലത്തുനിന്ന് ചെറുതായിട്ട് മാറി. അത്രേ ഉള്ള അവിടെ വേറെ എന്തോ കരുവാടിന്റെ നാറ്റം അടിക്കണുണ്ട് ആർക്കെങ്കിലും? അല്ലേ പിസ കരിഞ്ഞെന്ന് തോന്നാം. പിസ കരിഞ്ഞപ്പോ എങ്ങനെയാടാ കരുവാടിന്റെ നാറ്റം കൊണ്ട് മാറിക്കൊണ്ടിരുമ്പോ? ഒരു വോക്സ് വാഗൻ വരുന്നുണ്ട്. അപ്പം വെറുതെ മാറിയതാണോ നിങ്ങള്? അതെന്തൊരു സനുബ്രോ വാക്ക് ദ ടോക്ക്? പരിഷ്കരിച്ച പേരിട്ടൊക്കെ വാക്ക് ദ ടോക്ക് അല്ലേ? നമ്മളിത് നടന്നുകൊണ്ട് സംസാരിക്കാന്ന് പറയും. അമ്മാ അല്ല ഇത് നടന്നില്ലെങ്കിൽ കുറച്ച് പരിഷ്കാരം. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടാ, സനുബ്രോയ്ക്കും ഷാസ്ബ്രോയ്ക്കും 2 പേർക്കും ഫുഡിനോടുള്ള ഇഷ്ടം അത് കോമൺ ആണ്. അല്ല ഇന്ന് ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്തത്. നമ്മളവിടെയാണ് എപ്പോഴും എവനെ തീറ്റിക്കും. എത്തിപ്പൂരം കഴിക്കും. ഇപ്പോഴാണ് എത്തിപ്പോലും കഴിച്ചു തുടങ്ങി. അതെ നേരത്തെ ഞാൻ നല്ല കഴിക്കുമായിരുന്നു. അന്നേരം ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. 87 കിലോ ആയിരുന്നു. അതിന് ഇപ്പൊ 77 കിലോ ആയി. അത് വേറെ എക്സസൈസ് ഒന്നുമില്ല, കംപ്ലീറ്റ് ഫുഡ് കൺട്രോൾ മാത്രമാണ്. താങ്ക് യു. ഇതാണ് സുഹൃത്തുക്കളെ പനമ്പള്ളി നഗറിന്റെ നഗരവീതി. എത്ര ശാന്തം, അതെ സുന്ദരം. അതെ. ഇനി ഞങ്ങൾ പോകുന്നു. നാളെ വീണ്ടും വരാം. നാളെ സന്ധിക്കും വരേക്കും എല്ലാവർക്കും ബൈ ബൈ ഉമ്മ.